തൃശൂർ കുതിരാനിലെ കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം വനം വകുപ്പ് അവസാനിച്ചു. കുങ്കിയാനകളെ മടക്കിക്കൊണ്ടുപോവുകയാണ്. ഒറ്റയാനെ പിടികൂടും എന്നുള്ളതിലേക്കുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ആ പിടികൂടാനുള്ള ദൗത്യം തൃശൂർ കുതിരാനിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ആ ദൗത്യത്തിന് സമാപനമായിരിക്കുന്നു. ആ കാര്യം വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നു. തൃശൂർ കുതിരാനിലെ ഒറ്റയാനെ പിടികൂടാനുള്ള ദൗത്യം വനം വകുപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു. ദൗത്യത്തിന് വേണ്ടി കൊണ്ടുവന്ന കുങ്കിയാനകളെയെല്ലാം മടക്കിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുങ്കിയാനകൾ വിക്രം എന്നും ഭാരത് എന്നും പേരുള്ള കുങ്കിയാനകൾ. ആ കുങ്കിയാനകളുടെ സാന്നിധ്യത്തിൽ തൃശൂർ കുതിരാനിലെ ഒറ്റയാനെ പിടികൂടാൻ കഴിയുമെന്നുള്ളതായിരുന്നു വനം വകുപ്പിൻ്റെ പ്രതീക്ഷ. അതിനായിട്ടുള്ള ദൗത്യത്തിനുള്ള ആ ശ്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. കുങ്കിയാനകളെ മടക്കിക്കൊണ്ടുപോകുന്നു. വിക്രത്തിനെയും ഭാരതിനെയും വഹിച്ചുകൊണ്ട്, ആ കുങ്കിയാനകളെ വഹിച്ചുകൊണ്ട് വനം വകുപ്പ് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു. ബനേഷ്, ഏകദേശം ഒരു മാസത്തോളമായി വയനാട്ടിൽ നിന്നും 2 കുങ്കിയാനകളെ ഈ കുതിരാനിലേക്ക് എത്തിച്ചിട്ട് വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളെയാണ് കുതിരാനിൽ എത്തിച്ച് അവിടെ കെട്ടിയിട്ട് അവിടെ തീറ്റി പോറ്റിയിരുന്നത്. അത് ഈ കുതിരാനിൽ സ്ഥിരം പ്രശ്നക്കാരനായ ഒരു ഒറ്റയാനുണ്ട്. ആ ഒറ്റയാനെ പിടികൂടി കാട് കയറ്റി വിടാൻ ഉള്ള ലക്ഷ്യത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ വയനാട്ടിൽ നിന്നും 2 കുങ്കിയാനകൾ എത്തിച്ചത്. നമുക്കറിയാം, ഈ ഒറ്റയാൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കുതിരാനിൽ സൃഷ്ടിച്ചിരുന്നത്. വനം വകുപ്പ് വാച്ചറെ ആക്രമിച്ചു, വനം വകുപ്പിന്റെ ജീപ്പ് തകർത്തു, നിരന്തരം ആ മേഖലയിൽ, ജനവാസ മേഖലയിൽ ഇറങ്ങി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതോടെ വനം മന്ത്രി ഉൾപ്പെടെ കുതിരാനിലേക്ക് എത്തി അവിടുത്തെ പ്രദേശവാസികളുമായി ചർച്ച നടത്തി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏകദേശം ഒരു മാസത്തോളം മുൻപ് ഈ ആനയെ അവിടെ നിന്നും പിടികൂടി മറ്റെവിടേക്കെങ്കിലും കൊണ്ടുവിടാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ വനം വകുപ്പ് എത്തുന്നതും അതനുസരിച്ച് കുങ്കിയാനകളെ കൊണ്ടുവന്നതും ഒക്കെ. പക്ഷേ ഈ കുങ്കിയാനെ എത്തിച്ചിട്ട് അതിനുശേഷം ഈ ഒറ്റയാനെ അധികം പിന്നീട് അവിടെ കണ്ടിരുന്നില്ല. ഒരുപക്ഷെ അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ 2 കുങ്കിയാനകൾ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാട്ടാന വീണ്ടും ഈ പ്രദേശത്തേക്ക് ഇറങ്ങാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതിനിടയിൽ ഒരു തവണ ഈ കൊമ്പൻ വീണ്ടും ഈ പ്രദേശത്ത് ഇറങ്ങിയെങ്കിലും നാശനഷ്ടമൊന്നും ഉണ്ടാക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നതിന്റെ വനം വകുപ്പ് അരുൺ സക്രിയാണ്, ചീഫ് സർജൻ അരുൺ സക്രിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വലിയ യോഗമൊക്കെ ചേർന്നിരുന്നു. ആ യോഗത്തിൽ വിപുലമായ പദ്ധതികളൊക്കെ വനം വകുപ്പ് പ്ലാനും ചെയ്തിരുന്നു. അതായത് ഈ കുതിരാൻ, പഴയ കുതിരാൻ പ്രദേശത്ത്, കുതിരാൻ റോഡ്, കുതിരാൻ ചുരത്തിന്റെ പ്രദേശത്താണ്, അവിടെ ഒരു അമ്പലമുണ്ട്. ആ പ്രദേശത്താണ് ഈ കാട്ടാന നിരന്തരം ഇറങ്ങുന്ന ഒരു സ്ഥലം. അതായത് പീച്ചി വനമേഖലയിൽ നിന്നും ആ കുതിരാൻ തുരങ്കത്തിന്റെ മറുവശമായ വാഴാനി വനമേഖലയിലേക്കാണ് ഈ കാട്ടാനകൾ ഒക്കെ എത്തുന്നത് എന്നുള്ളൊരു കണക്കുകൂടലാണ് വനംവകുപ്പിന്റെ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒറ്റയാൻ ഉൾപ്പെടെ ഒട്ടേറെ ആനകൾ ഈ വാഴാനി വനമേഖലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 കുങ്കിയാനകളൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി ഈ വാഴാനി വനമേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ള മുഴുവൻ ആനകളെയും അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായി എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. പിന്നെ മാത്രമല്ല, ഈ ഇപ്പൊ പറയുന്ന കുതിരാൻ പ്രദേശത്ത് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ അനുയോജ്യമായ ഒരു ഭൂപ്രദേശമല്ല എന്നുള്ളൊരു കണ്ടെത്തലും കൂടി കുറച്ച് ദിവസങ്ങൾ മുൻപ് വനം വകുപ്പ് ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ആനയെ, ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ ഒറ്റയാനെ അവിടെ നിന്നും തുരത്തി വീണ്ടും പീച്ചി വനമേഖലയിലേക്ക് കടത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ ആയിരുന്നു പിന്നീടുള്ള വനം വകുപ്പിന്റെ നീക്കം. പക്ഷേ ഈ ഒറ്റയാനെ പിന്നീട് അവിടെ കണ്ടെത്താനായില്ല. ഒറ്റയാൻ, ഈ 2 കുങ്കിയാനകൾ ആ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളൊരു വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ മേഖലയിലേക്ക്, ഈ ആനകളുടെ ഒരു സ്വഭാവം വെച്ച് പിന്നീട് ഈ ഒറ്റയാൻ ആ മേഖലയിലേക്ക് വരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഒരു മാസത്തോളമായി ഈ 2 കുങ്കിയാനകളെ ഒരു പ്രയോജനവും ഇല്ലാതെ ഈ പ്രദേശത്ത് താമസിപ്പിച്ച് ഭക്ഷണവും മറ്റും അതിനെ നോക്കാനുള്ള ചെലവുകളും ഒക്കെ വഹിച്ച് ഇവിടെ ആളുകൾ, അതിനൊപ്പം വന്ന പാപ്പാന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചു. പക്ഷെ അതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും വനംവകുപ്പിന് കണ്ടെത്താനായില്ല. മാത്രമല്ല, ഈ ആനകളെ കൊണ്ട് മറ്റ് ആവശ്യങ്ങളും വനംവകുപ്പിനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ 2 കുങ്കിയാനകൾ ഇപ്പോൾ അവിടെ നിന്നും ദൗത്യം അവസാനിപ്പിച്ച് തിരികെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു നീക്കത്തിലേക്ക് വനംവകുപ്പ് എത്തിയതും. എന്തായാലും ആനകളെ അല്പസമയത്തിനകം അവിടെ നിന്ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് ലഭിച്ചത്. എന്തായാലും കുതിരാൻ ദൗത്യം അവസാനിപ്പിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ബനേഷ്, ശരി. തൃശൂർ കുതിരാനിലെ ഒറ്റയാനെ പിടികൂടാനുള്ള ദൗത്യം വനം വകുപ്പ് അവസാനിപ്പിച്ചതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.